സുഹൃത്തുക്കളെ, നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. നമ്മുടെ BJPയുടെ NDAയുടെ സംസ്ഥാന ചെയർമാനാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹം നടത്തുന്ന ഒരു പദയാത്ര, കേരള പദയാത്ര എന്ന് പറയുന്ന പരിപാടി ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ നല്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം കോഴിക്കോട് എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പരിപാടി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഒരു പോസ്റ്ററിൽ കണ്ട ഒരു വാർത്ത ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വൈറലാവുക എന്നത് എനിക്ക് തോന്നുന്നത് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അവരങ്ങനെ സത്യസന്ധമായിട്ട് എഴുതി എന്നുള്ളതാണ്. അതിനെന്തെത്ര അത്ഭുതപ്പെടുന്നു എന്ന് പോലും എനിക്ക് ചിലപ്പോൾ സംശയമുണ്ട്. പക്ഷേ നിഷ്കളങ്കരായിട്ട് ഇതിങ്ങനെ അത്ഭുതപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി വ്യക്തമാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ വാർത്തയെ ഇങ്ങനെ ചുമ്മാ എൻ്റെ ചാനലിൽ ഒരു വാർത്ത ആയിട്ട് പോലും വരരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ്. ഇദ്ദേഹം കോഴിക്കോട് എത്തുന്ന സമയത്ത് അവിടെ കോഴിക്കോട് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം SC/ST വിഭാഗക്കാരോടൊപ്പമായിരിക്കുമെന്ന് പ്രത്യേകം അത് കോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഉച്ചയ്ക്കുള്ള ഭക്ഷണം SC/ST നേതാക്കന്മാരോടായിരിക്കും. ഇവര് പറയുന്നത് ഒരുപക്ഷെ ഈ പോസ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് സുരേന്ദ്രൻജി എത്ര മഹാനാണ്, അദ്ദേഹം SC/ST വിഭാഗക്കാരോടൊപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു, ജാതി മത ഭേദമില്ലാതെ അവരോടൊപ്പം SC/ST വിഭാഗക്കാരല്ലേ, തൊട്ടുകൂടാത്ത ആൾക്കാരല്ലേ, തീണ്ടിക്കൂടാത്ത ആൾക്കാരല്ലേ, അപ്പൊ അവരോടൊപ്പം പോലും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഈ BJP നേതാവ് സുരേന്ദ്രൻജിക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്ര വലിയ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ എത്ര നല്ലൊരു മനുഷ്യനാണ് സുരേന്ദ്രൻജി. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കേരളക്കാർ മുഴുവൻ അംഗീകരിക്കണ്ടേ എന്നൊരു മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് BJPക്കാര് തന്നെ അച്ചടിച്ചിറക്കിയതാണ്. ഇദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാളിലെല്ലാം ഇത്തരം പോസ്റ്റുകൾ വന്ന് നിറയുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഇതിന് പുറകിൽ കൃത്യമായിട്ടും ഒരു സനാതനം എന്ന് പറഞ്ഞ ഒരു സംഭവം പൊക്കി പിടിച്ചടക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം, ഇവര് ആ പഴയ ജാതീയ ശ്രേണി അതേപോലെ പിന്തുടർന്നു വരികയും അത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിമാര്, നായന്മാര്, മേനോന്മാര്, അതിൻ്റെ ഇടയ്ക്ക് താഴത്ത് പിന്നെ തീയര്, അതിന് താഴെ പിന്നെ ചെറുമര്, പുലയര്, ആദിവാസികൾ എന്ന് പറയുന്ന ഒരു ജാതീയ ശ്രേണി പണ്ടുണ്ടായിരുന്നു. ആ തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത നമ്പൂരിമാരൊന്നും ഇത്ര അടി അകലെയായിരിക്കണം ഇന്ന ജാതിക്കാർ നിൽക്കേണ്ടത്, അവരോടൊപ്പം ഒരുന്നിട്ട് ഭക്ഷണമൊന്നും പണ്ട് കാലത്ത് കഴിച്ചിരുന്നില്ല. എന്തിനേറെ പശുവിന്റെ പാല് പോലും കറന്നു കുടിക്കാൻ തീയ ജാതിക്കാർക്ക് നമ്മുടെ കേരളത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല. ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ഈ പുലയരും അതുപോലെ പാണരെ പോലുള്ള ആളുകൾക്കെല്ലാം 16-20 അടിയൊക്കെ മാറി നിൽക്കണം. എത്രയോ അടി മാറി നിന്ന് മാത്രമാണ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആ അടിക്കണക്കങ്ങ് തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയാണ്. അത് പിന്നെ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ ചാട്ട കൊണ്ടോ ഉള്ള പീഡന മുറകളാണ്. അങ്ങനെ നിലനിന്നിരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. ആ ഒരു കേരളത്തിലേക്ക്, ആ ഒരു പഴയ കേരളത്തിലേക്ക് വീണ്ടും തിരികെ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക ഈ BJPക്കാരും. അതറിയാതെ പുറത്തേക്ക് വരികയാണ്. അതായത് എത്ര തന്നെ നേരം പോലെ മാന്യമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും ഉള്ളിലുള്ള ആ ഒരു ദുഷ്ടതരം, ആ ഒരു നീചതരം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പല്ലുകളൊക്കെ കാണിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു പറയുന്ന മാതിരി ഇവരെ മനസ്സിലുള്ള കാര്യം അറിയാതൊക്കെ ഇങ്ങനെ പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ എഴുതാൻ തോന്നുന്നത്. അതത്ര നിഷ്കളങ്കമല്ല. കൃത്യമായിട്ട് അവർ പറഞ്ഞു കളയുന്നു, സുരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെയധികം ഉയർന്ന ജാതിക്കാരനാണ്. ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള SC നേതാക്കന്മാരോടും ST നേതാക്കന്മാരോടും ഇവർക്കൊന്നും ഉളുപ്പില്ല എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പറയുന്ന ആ BJPയിൽ നിൽക്കുന്ന ആ SC നേതാക്കന്മാർക്കും ആ ST നേതാക്കന്മാർക്കും ഇപ്പോൾ ഒരു ബോധവും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഉളുപ്പുമില്ലേ. ഇതിലൊക്കെ എപ്പോൾ ഇറങ്ങിപ്പോണോ? ഇതൊരു ആക്ഷേപമാണെന്നെങ്കിലും അവർക്കെങ്കിലും ഇപ്പോഴെങ്കിലും ബോധ്യമാവേണ്ടതല്ലേ? ഒരിക്കലും ബോധ്യമാവില്ല കേട്ടോ. അതിലങ്ങനെ പച്ച പിടിച്ച് എടുക്കുമ്പോൾ ഇവർക്ക് അത് ഒരിക്കലും ബോധ്യമാവാൻ സാധ്യല്ല. അപ്പൊ പറഞ്ഞു വന്നത്, സുരേന്ദ്രൻ എത്ര ഉയർന്ന ജാതിക്കാരനാണ്, അദ്ദേഹം താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള SC നേതാക്കന്മാരോടും ST നേതാക്കന്മാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ മനസ്സുള്ള വലിയ ഉയർന്ന ജാതിക്കാരനാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വീട്ടിലേക്ക് കയറി വരിക, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇരിക്കാനൊക്കെ പായം നിരത്തി വെക്കുക, ഭക്ഷണം വിളമ്പുക, നമ്മളോടൊപ്പം ഇരുന്നിട്ട് ആ ഉയർന്ന ജാതിക്കാരൻ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു വലിയ സുഹൃതമാണ് എന്ന് വിചാരിച്ചടക്കുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ഇവർ ഈ സാധനം ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കേരളമാണ്. ഇത്തരത്തിലുള്ള ജാതീയ കളികളൊക്കെ നമ്മളെ കേരളക്കാർ വളരെ പെട്ടെന്ന് തിരിച്ചറിയും. പഴയ ജാതി ശ്രേണി വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ അടക്കമുള്ള BJP കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. നാണമില്ലേ ആവോ ഇവർക്കൊന്നും? ഇത്രയ്ക്ക് ഒരു മടിയുമില്ലാത്ത ഇങ്ങനെ പച്ചയ്ക്ക് ജാതി വിളിച്ചു പറയാനും ഇത് സത്യം പറഞ്ഞ താഴ്ന്ന ജാതിക്കാരെ അധിക്ഷേപിക്കുകയാണ്. അത് അവർക്ക് ബോധ്യമാവുന്നുണ്ടോ എന്നുള്ള എനിക്ക് സംശയം. ഇത് കൃത്യമായിട്ടും SC/ST വിഭാഗക്കാരെ അധിക്ഷേപിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഊണ് കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരിക്കലും ഊണ് കഴിക്കാൻ സാധ്യതയില്ലാത്ത, അങ്ങനെ പാടില്ലാത്ത ആളുകളാണെന്ന് കൂടി പറയുകയാണ്.
അതായത് SC ST വിഭാഗക്കാരൊപ്പം ഒരിക്കലും BJP-യിലെ വലിയ നേതാക്കന്മാര് ഊണ് കഴിക്കാൻ പാടില്ല. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മോശമായിട്ടുള്ള ഒരു കാര്യത്തെ ഇവർ ചെയ്യാൻ പോകുന്നു, വളരെ വിപ്ലവകരമായിട്ടുള്ള സാമൂഹിക വിപ്ലവത നടത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള ചില ഏർപ്പാടുകളൊക്കെ വരുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പോഴെങ്കിലും അത് ആ ഒരു നേതാക്കന്മാർക്കെങ്കിലും, ആ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ആ ഒരു SC ST നേതാക്കന്മാർക്കെങ്കിലും ഞങ്ങൾ അധിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ഇപ്പോഴും SC-ക്കാരായിട്ടും നികൃഷ്ടരായിട്ടും തൊട്ടുകൂടാൻ പാടില്ലാത്തവരായിട്ടും ഒപ്പരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത പദ്യഭോജനത്തിന് സാധ്യതയില്ലാത്ത ആൾക്കാരായിട്ടാണ് ഈ പറയുന്ന തങ്ങളുടെ ഒരേ പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ കണക്കാക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും, ഒരു നല്ല മാറ്റത്തിന് അത് കാരണമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഈ വീഡിയോ കൂടി ഞാൻ മാറ്റിവെക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എത്രത്തോളം ജാതീയത അങ്ങനെ കൊടികുത്തി വാഴുന്നുണ്ട് ഈ BJP-യിൽ? ബൈ.